ഇന്ന് കർക്കിടകത്തിൽ ഒരിക്കലും ഉണ്ണണ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റു കുളിച്ചു ഈറനെടുത്ത് വന്നിട്ടാണ് നമ്മൾ അടുക്കളയ്ക്കൊക്കെ കയറി. ഒരിക്കലായതുകൊണ്ട് തന്നെ ഒരു നേരം മാത്രമേ അരിഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ റവ ഉപ്മാവും പിന്നെ പപ്പടവും ചായയും കൂടിയിട്ട് കുടിച്ചു. എന്നിട്ട് ഉച്ചക്കരയ്ക്കുള്ളത് നമ്മൾ ശരിയാക്കാൻ തുടങ്ങിയിട്ടാണ്. ഞാൻ മാത്രമല്ല, അമ്മായിയും ആളുടെ അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് ഒരിക്കലെടുത്തേക്കണേ. അങ്ങനെ ചോറൊക്കെ അവിടെ ആവുന്നുണ്ട്. പച്ചക്കറിയൊക്കെ നന്നാക്കി നമ്മൾ മാറ്റി വെച്ചു. കുറച്ച് കറികളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഊണാണ് ഉണ്ടാക്കിയത്. മോരുകറിയും മത്തങ്ങ കൊണ്ട് ചെറിയൊരു ഓലനും കോവയ്ക്കുപ്പേരിയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളക് വറുത്ത് പിന്നെ പപ്പടവും കാച്ചി ഒക്കെ കഴിഞ്ഞു. പാത്രങ്ങളും അവിടെ എല്ലായിടത്തും തുടച്ച് നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ടാട്ടോ നമ്മൾ ചോറിനായിരുന്നേ. എന്നിട്ട് ഉച്ചയായപ്പോൾ ഞങ്ങൾ ചോറുണ്ടു. ചോറ് ഉണ്ണുന്നതിന് മുൻപ് എല്ലാ കറികളിൽ നിന്നും നമ്മൾ ചോറിൽ നിന്ന് ഒരു സൈഡിലേക്ക് എല്ലാതും മാറ്റി വയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ ഒരിക്കലിൻ്റെ അന്ന് അങ്ങനെയാണ് ഉണ്ണ. ബലി നമ്മളിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. കറുകപ്പുല്ലും ചെറുള്ളിയും തുളസിയും ഒക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉള്ളൊരു പറമ്പിലേക്ക് പോയിട്ട് അമ്മായിയുടെ കൂടെ. അപ്പോൾ അതേ ഒരാളെയും കൂടി കണ്ടിട്ട് ആൾ പോസ് ചെയ്യാൻ നിന്നില്ല, വേഗം പോയി. നാളെ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആക്കിയിട്ട് രാത്രി 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉപ്മാവും മധുരക്കിഴങ്ങും പപ്പടവും ചായയൊക്കെ കൂടിയിട്ട് നമ്മൾ ചായ കുടിച്ചു. നാളെ നേരത്തെ എണീക്കേണ്ടതായതുകൊണ്ട് നമ്മളങ്ങനെ വേഗം പോയി കിടന്നു. ഇനി നാളെ